ദിലീപ് എന്നൊരു വ്യക്തിയുടെ ഇരയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത. ദിലീപിന് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാകില്ല. സപ്പോർട്ട് അതൊരു പെൺകുട്ടിയായിരുന്നു. അഖില അത് മറക്കരുത്. ദിലീപാണ് പ്രതി. എര പറയാത്തോണ്ടാണ് കോടതി അദ്ദേഹത്തിനെ ജയിലിലടക്കുകയും പിന്നീട് ഇപ്പോഴും കേസ് കടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അന്ന് ദിലീപിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളാഗ്രഹം. അന്നൊരു ഇര ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോഴും അന്നവിടെ ഒരു ഇര ഉണ്ടായിരുന്നു. അന്നൊരു ഇര ഉണ്ടായിരുന്നു. ഇരക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇര ഉണ്ടായിരുന്നു. അന്ന് അനുകൂലിച്ചിട്ടുള്ളന്ന്. പീഡനത്തിന് വിധേയായ പെൺകുട്ടിക്ക് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ ഞാൻ കൊടുക്കും. പൾസർ സുനി പറഞ്ഞെന്നും പറഞ്ഞിട്ട് മറ്റേ 1 കിലോമീറ്റർ അപ്പുറത്തേക്കുന്ന ഒരു ഫോട്ടോയും കാണിച്ചിട്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാൻ വേണ്ടി കുറെ എണ്ണം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ഫെമിനിസ്റ്റുകളായാലും ഏതവളുമാരാന്നുണ്ടെങ്കിലും പറയാനുള്ളത് പറയുകയും ചെയ്യും. ഫെമിനിസ്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആരാ ഈ മനുഷ്യന്റെ ജീവിതം തകർക്കാൻ എല്ലാത്തിനെയും പറയും. അപ്പൊ അന്ന് എനിക്കത് അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അഖിലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് വെറുതെ വിടുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയുമല്ലോ. കോടതി ദിലീപിനെ വെറുതെ വിടുമ്പോൾ പറയുമല്ലോ. പോലീസ് ഒരു എഫ്ഐആറിനകത്ത് ഒരാളെ എഴുതി ചേർക്കാൻ പോലീസുകാർക്ക് ഫ്രോഡ് പരിപാടി കാണിക്കാൻ പറ്റത്തില്ലെന്നാണ് നിങ്ങളുടെ വിചാരം? അല്ല, അത് തന്നെയാണ് ഇവിടെ സമയം. ഇപ്പം ഏഷ്യാനെറ്റിന് കാര്യം പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് കേസ് കൊടുക്കട്ടെ. ഞാനാണ് എന്നെ അല്ലല്ലോ പീഡിപ്പിച്ചത്. നിങ്ങൾ കുറെ നേരം ചോദിക്കുന്ന ചോദ്യം ഈ കേസ് ഇപ്പൊ എടുത്തിട്ട് ദിലീപിന്റെ കേസ് എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സമൂഹം മൊത്തം ആ കുട്ടിക്ക് കൂടെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്നു, നിങ്ങൾ ഇപ്പറേ നിൽക്കുന്നു എന്ന് പറഞ്ഞ സത്യത്തിനൊപ്പം ഞാൻ നിൽക്കും. അതാണ് സത്യം. സത്യത്തിനൊപ്പം നിൽക്കൂ. ദിലീപിന്റെ ഭാഗത്താണ് സത്യം. ദിലീപിന്റെ ഭാഗത്താണ് സത്യം. ഞാൻ ഇപ്പം ദിലീപേട്ടൻ്റെ പടം ഇറങ്ങി, ഞാൻ പ്രൊമോഷൻ വന്നിട്ടുണ്ടോ, പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? അങ്ങേര് ഞാനിവിടെ നിൽക്കുന്ന ബിഗ് ബോസിന് ശേഷമുള്ള ആകെ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ചിട്ടൊന്ന് കണ്ടപ്പോൾ ഒരു എടുത്തൊരു ഫോട്ടോ അല്ലാതെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയോ പിടിക്കുകയോ എനിക്ക് 10 പൈസ തരികയോ ഒന്നും ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നുമല്ല വിഷയം. ഒരാളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നമുക്ക് തോന്നുന്നതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ടാവും. എനിക്ക് കാര്യകാരണ സഹിതം അന്നത്തെ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അയാൾ ഈ വിഷയത്തിൽ പ്രതിയല്ല എന്ന് എനിക്ക് തോന്നിയത്. അല്ലാതെ കേരള പോലീസ് ഒരാളെ എഫ്ഐആർ ഇട്ട് എന്തുകൊണ്ട് ജയിൽ DGP ശ്രീലേഖയ്ക്ക് തോന്നി ദിലീപ് നിരപരാധിയാണെന്ന്? ശ്രീലേഖ നേരത്തെ തോന്നാമായിരുന്നല്ലോ. അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറയാമായിരുന്നല്ലോ. അത് ശരി, അങ്ങനെ പറയാമായിരുന്നല്ലോ. ശ്രീലേഖയ്ക്ക് എന്ത് അവർ എത്രയും പറഞ്ഞില്ലേ? എത്ര ജയിൽ പുള്ളികളോടൊപ്പമുണ്ട്. കരിക്ക് മേടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ട് തോന്നി? അവിടെ ദിലീപിനെതിരെ ഒരു തെളിവുമില്ല. എന്താ കോടതിയിലാണ്. കോടതിയിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഞാൻ ഇത് വന്നപ്പം ഞാൻ ലളിതമായിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഊച്ചാളി സ്റ്റാഫ് ആരെങ്കിലും, ക്ഷമിക്കണം കേട്ടാ, ഞാൻ നിങ്ങളെ പറഞ്ഞതല്ല, ഏതോ ഒരു താഴെ തട്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അവൻ ഒരു പെൺകുച്ചിനെ ബലാത്സംഗം ചെയ്തിട്ട് ഹൈദർ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ അന്വേഷിക്കണ്ടേ? പിന്നെ വേണ്ടേ? നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന തെളിവുകൾ വേണ്ടേ? അന്വേഷിക്കണമല്ലോ. നിങ്ങൾ പൈസ കൊടുത്തതിന്റെ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണ്ടേ? ഇതെല്ലാം കിട്ടിയിട്ട് വേണ്ടേ നിങ്ങളെ പിടിച്ചകത്തിടാൻ? അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിടിച്ചകത്തിടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ പോയി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് മോഹൻലാൽ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ, അല്ല പിണറായി വിജയൻ പറഞ്ഞാൽ, നരേന്ദ്രമോദി പറഞ്ഞാൽ ഇവരെ പിടിച്ചകത്തിടൂ? ഒന്നും തെളിവില്ലാതെയാണ് പിടിച്ചകത്തിട്ട 100% അത് പോലീസിന് ഉറപ്പാണ്. 100% പോലീസ് 376B എന്ന് പറഞ്ഞാൽ എന്താ വകുപ്പ്? 100% 376B എന്ന് പറഞ്ഞാൽ കൂട്ടബലാത്സംഗത്തിൽ നേരിട്ട് ഏർപ്പെടുമ്പോൾ ചുമത്തേണ്ട വകുപ്പല്ലേ? അത് ഈ ക്രിമിനൽ ഗൂഢാലോചന ചുമത്തി ദിലീപിനെതിരെ ചുമത്തേണ്ട കാര്യം എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ? ആലുവ ജയിലിൽ പിടിച്ചിരുത്തിയിട്ട് പുള്ളിയെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ച് അകത്തിടുമല്ലേ? ഇനി ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു ബോധ്യം വരുന്ന സമയത്ത് ഒരു ആരോപണം നമുക്കെതിരെ വരുമ്പോൾ ഏത് വിധേന അമിക്കബിളി സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ദിലീപിനെ പോലെ ഒരാൾ തനിക്കെതിരെ ഇങ്ങനൊരു ആരോപണം വരുന്നുണ്ടെന്ന് കേൾക്കുന്ന നിമിഷം വേണു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ വേണുനാഥം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ പോവില്ല. അതൊരു ബേസിക് പൾസ്. ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സാധാരണ ലോജിക്കാണത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കുടുങ്ങുമെന്ന് കാണുന്ന ഒരു മൊമെൻറ്റിൽ പൊങ്ങി വരാതെ ഒതുക്കാനേ ശ്രമിക്കൂ. ദിലീപ് വഷളാക്കുകയാണ് ചെയ്തത്. എന്താ കാര്യം? ദിലീപ് അത് ഈ പ്രതിയല്ല. ഇതൊന്നും എൻ്റെ മേളിൽ ബാധിക്കാൻ പോകുന്നില്ല. ആ കോൺഫിഡൻസിലാണ് വിളിച്ചോണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ദുബായിലും മറ്റുള്ള പരിസരങ്ങളിൽ ഒളിവിൽ പോയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ മന്ത്രിമാർ മുങ്ങുമല്ലോ. ഒരു വിഷയം വരുമ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് മന്ത്രിമാരുടെ മക്കൾ മുങ്ങുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ട് അദ്ദേഹത്തിനെതിരെ പറഞ്ഞപ്പോൾ, ഞങ്ങൾ ഒന്നിനെയും പേടിച്ചിട്ടുള്ളവരല്ല, ഞങ്ങൾ മലമറിച്ചിട്ട് ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ടുള്ളവരല്ല. ഇതുവരെ വിചാരണയ്ക്ക് പോയിട്ടില്ല. ലാവ്ലിൻ കേസിൻ്റെ വിചാരണയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. വിചാരണയ്ക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞാൽ നമുക്ക് കേൾക്കാം. 14 മണിക്കൂർ മുമ്പ് അന്വേഷണ കമ്മീഷൻ മുമ്പിരുന്ന മുഖ്യമന്ത്രിയാണ്. ഒരു വിചാരണ പോലും അതിനുപോലും പേടി. എന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ മുഖ്യമന്ത്രി. അപ്പോൾ അതെന്തുകൊണ്ടാണ്? പോയാൽ കുടുങ്ങും. അന്വേഷണം പോലീസുകാർ പിടിച്ചാൽ കുടുങ്ങും. പക്ഷേ ദിലീപ് പോയിരുന്നു കൊടുത്തു. അയാൾ വിചാരിച്ച് ചോദ്യം ചെയ്തിട്ട് തിരിച്ചു വിട്ട് കളഞ്ഞു. ചോദ്യം ചെയ്യാൻ വിളിച്ച് കയറ്റി പുള്ളിയെ പിടിച്ച് അകത്തിട്ട് കളഞ്ഞു. കുടുക്കി കളഞ്ഞില്ല. അതിനകത്ത് ജയിലിൽ പോയി കഴിഞ്ഞാൽ ദിലീപിന് പിന്നെ വേറെ വല്ല ചെയ്യാൻ സ്പേസ് ഉണ്ടോ? 86 ദിവസം അതിനകത്ത് കിടന്നു.
അതൊക്കെ ആ വകുപ്പിൻ്റെ സ്വഭാവം അതാണ്. 86 വന്ന് ജാമ്യം കിട്ടത്തുള്ളൂ. 20 വർഷം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു വകുപ്പാണ് 376B കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്നവൻ്റെ പ്രതിക്ക് ചുമത്തേണ്ട വകുപ്പ്. അതുകൊണ്ട് അത് നമ്മുടെ വിഷയമല്ല. അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എന്താണെന്നറിയാവോ, അത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വിട്ടു. അടുത്ത വീഡിയോ തെറ്റാട്ടോ. എരാന്ന വാക്കേ തെറ്റാ. എരയെ നമ്മൾ എന്തിനാ എര ഉപയോഗിക്കുന്നത്? നേരത്തെ താങ്കൾ പറഞ്ഞ നിങ്ങൾ എരാന്നൊന്നും പറയരുതെന്ന് നേരത്തെ പറഞ്ഞ അങ്ങനെയല്ലേ? അല്ല, നമ്മൾ എരാന്നെങ്കിലും പറയരുത്. കാര്യം നമ്മൾ എപ്പോഴാ നമ്മൾ ചൂണ്ടയ്ക്കകത്ത് ഇര കൊളുത്തുന്നതിനാ? മീൻ പിടിക്കാനാ? നല്ല ഒന്നാം തരം സ്രാവിനെ പിടിക്കാൻ ഇര ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇര ഇടുന്ന ഉദ്ദേശം വേറൊന്നിനെ പിടിക്കാനാ. അപ്പോൾ വേറൊന്നിനെ കൊടുക്കുക എന്നുള്ളതാണ് ഇരയുടെ ലക്ഷ്യം അല്ലേ? അപ്പോൾ ഇടുന്ന ചൂണ്ടയ്ക്കകത്ത് ഇരയാവാതിരിക്കുക എന്നുള്ളതാണ് പലരും ശ്രമിക്കേണ്ടത്. കാരണം ഈ ഇരയാക്കിക്കൊണ്ട് ചൂണ്ടയിരുന്ന വേറെ ടീംസ് കാണും. അങ്ങനെയുള്ള കുറേ ടീംസ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അതാണ് ദിലീപിന് അറിയാവുന്ന. ദിലീപ് അടുത്ത സമയത്തും പറഞ്ഞത് തന്നെ. അങ്ങനെ ദിലീപിനെ ഇരയാക്കിയതാണ്. ഒരാളെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ആക്കിയാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു പീഡനം ഉണ്ടാകുന്നു, അത് ഇയാളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഇപ്പം ഞാനിത് എന്താണ് ഞാൻ താങ്കളുമായി ബന്ധപ്പെട്ട് പറയുന്നത് കുറച്ചുകൂടെ ലളിതമാക്കി മനസ്സിലാക്കാനാണ്. ഇപ്പോൾ താങ്കളുടെ ഓഫീസിൽ നിങ്ങൾക്കൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു. അന്നേരത്തെ ദേഷ്യത്തിന് നിങ്ങൾ വിളിച്ച് പറയുകയാണ്, ഞാൻ തകർത്ത് കളയും നിന്നെ, നീ ഈ ഓഫീസിലുണ്ടാവത്തില്ല, നീ ഒരൊറ്റ ഓൺലൈൻ മീഡിയയിലും വർക്ക് ചെയ്തില്ല, എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാശിക്ക് ഇറങ്ങി പോവുകയാണ്. ആ പെൺകുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചു. അത് ഹൈദറ ചെയ്തതെന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നാം. നിങ്ങളോട് ശത്രുതയുള്ള മറ്റൊരാൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾ കുടുങ്ങിപ്പോവും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഒരു സാധനത്തിനകത്താണ് ഈ പണി പണിഞ്ഞത്. ഇതെല്ലാം പുറത്തു വരും. ഇതെല്ലാം പുറത്തു വരാൻ കിടക്കുന്നേ ഉള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതം തകർന്ന് തരിപ്പണം കേട്ടോ. ഞാൻ പുള്ളിയുടെ സിനിമകൾ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ മോശം പടങ്ങളായതുകൊണ്ട് തിയേറ്ററിൽ പരാജയപ്പെടുന്നു. അല്ലാതെ ഈ ഒരു കാരണം കൊണ്ടാണ് പരാജയപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സിനിമകൾ പരാജയപ്പെടുന്നു. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെ നിർമ്മിച്ച പടമാണ് ബാന്ദ്ര. പ്രേക്ഷകർക്ക് ആ പടം വലിയ ബഡ്ജറ്റായിരുന്നു. പക്ഷേ ആ സിനിമ മോശമായതുകൊണ്ട് പ്രേക്ഷകർ പരാജയപ്പെട്ടു. അല്ലാതെ ഈ വിഷയം കൊണ്ടൊന്നുമില്ല. ഈ വിഷയം കത്തിയ സമയത്താണ് രാമലീല ഇറങ്ങുന്നത്. സിനിമകൾ പരാജയപ്പെടുന്നത് ഇതൊന്നും കൊണ്ടല്ല. അത് മോശം സിനിമ സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പരാജയപ്പെടുന്നത്. പക്ഷേ അയാൾ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തെ നമ്മൾ എന്ത് ക്രൂരത അങ്ങനെ കാണി. നാളെ ഒരു സമയത്ത് ഇയാൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ കോടതി പറയുകയാണ് ഇയാൾ തെറ്റുകാരനല്ല, ദിലീപിനെ കേരള പോലീസ് കുടുക്കിയതാണെന്ന്, പണ്ട് നമ്പിനാരായണനെ കുടുക്കിയണക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പിന്നെ അവസ്ഥ? ഈ കോടതിയിൽ നിന്ന് നീതി ഇരക്ക് ലഭിക്കില്ല എന്ന് ഇറക്കറ